അവൻ്റെ കൈവിരലുകൾ അവളുടെ കഴുത്തിൽ ചേർത്ത് താലിയിൽ 3 കെട്ടിട്ടുകൊണ്ട് അവളുടെ കഴുത്തിലൂടെ ഉരസി. അവളോടൊപ്പം അവൻ്റെ ചാരമിഴികളും നിറഞ്ഞിരുന്നു. ഇനിയുള്ള 7 ജന്മങ്ങളിലും എൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും അവകാശി നീ മാത്രമായിരിക്കും ആരതി. ഇന്നു മുതൽ നീ വെറും ആരതിയല്ല, ആരതി നവീൻ ശങ്കറാണ്. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇടംകാതിൽ മന്ത്രിക്കവേ നടയിലെ മണികൾ കാറ്റിലാടി മുഴങ്ങിയിരുന്നു. ഉണ്ണിയേട്ടാ. ആനന്ദ കണ്ണുനീർ അവളുടെ കവിളിലൂടെ താഴേക്കൊഴുകുന്നതിനിടയിൽ അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിക്കെ പുഞ്ചിരിയോടെ തന്നെ പൂജാരി കൊടുത്ത കുങ്കുമം അവളുടെ സീമന്തരേഖയിൽ അവൻ്റെ വിരലുകളാൽ ചുവപ്പേകിരുന്നു. അവൾ കണ്ണുകളടച്ചത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കെ അവൻ്റെ പാതിക്കായ ആദ്യത്തെ സ്നേഹചുംബനം അവൻ്റെ ചുണ്ടുകളാൽ മുദ്രണം ചാർത്തിയിരുന്നു ആ കുഞ്ഞു നെറ്റിയിൽ. ശേഷം പൂജാരി കൊടുത്ത തുളസിമാല അവൾ അവൻ്റെ കഴുത്തിൽ അണിയിക്കാനായി മിഴികൾക്കൊപ്പം കൈകളും ഉയർത്തവേ അവൻ പുഞ്ചിരിയോടെ തല കുനിച്ചു കൊടുത്തു. അവൾ അതവൻ്റെ കഴുത്തിൽ അണിയിച്ച് തിരികെ അവളുടെ കഴുത്തിൽ അവനും. ഇനി 3 വട്ടം വലയം വെച്ച് പോന്നോളൂ. പൂജാരി പറയെ അവളെ ഒന്ന് നോക്കി അവൻ്റെ കൈ നിവർത്തി അവൾക്ക് നേരെ നീട്ടിയവൾ. അവൾ അവൻ്റെ കയ്യിൽ കൈകോർക്കാൻ ഒരുങ്ങവേ അവൻ അവളുടെ കുഞ്ഞുവിരലിൽ തൻ്റെ കുഞ്ഞുവിരൽ കോർത്തു. ശേഷം ദേവിയുടെ നടയ്ക്ക് ചുറ്റും വലയം വെച്ചു. അവൻ്റെ പിന്നാലെ മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവളും ചുവട് വെച്ചു. എല്ലാം കഴിഞ്ഞ് ദേവിയുടെ മുന്നിൽ ഒരിക്കൽ കൂടി മനമുരുകി പ്രാർത്ഥിച്ചു ഇരുവരും. ഇനിയൊരിക്കലും ആരാലും പരസ്പരം പിരിയിക്കാൻ കഴിയില്ലേ എന്നുള്ള നിറഞ്ഞ പ്രാർത്ഥനയോടെ ഇരുവരും സോമേട്ടനോടൊപ്പം പടിയിറങ്ങി. മുന്നോട്ട് നടക്കവേ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഇരുവർക്കും നെഞ്ചു വിങ്ങും പോലെ തോന്നിയിരുന്നു. പരസ്പരം കൈകോർത്ത് പിടിച്ച് പടിയിറങ്ങി മൗനമായിരുന്നു ഇരുവരും. മുറിയിലേക്ക് പോയ ഇന്ദുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്തിനു വേണ്ടി ഉള്ളുവല്ലാതെ നോവും പോലെ അവൾ അസ്വസ്ഥതയോടെ ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. പതിയെ വയറ്റിൽ തഴുകി. കണ്ണുകൾ എന്തിനോ വേണ്ടി നിറയുമ്പോൾ എപ്പോഴും അടുത്തുണ്ടായിരുന്നവൻ്റെ സാമീപ്യം അറിയാനുള്ള കൊതിക്കുന്നുണ്ടായിരുന്നു. ശിവേട്ട, കഴിയുന്നില്ല എനിക്ക് നിങ്ങളില്ലാതെ. ഓരോ നിമിഷവും പിന്നാലെ നടന്നെൻ്റെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ശിവേട്ട, നിങ്ങളെ എൻ്റെ ഉള്ളിൽ അത്രത്തോളം വേരൂന്നിയിരുന്നുവെന്ന്. ഇപ്പോൾ നിങ്ങളില്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ, നെഞ്ചിൽ പൊട്ടിപ്പോകുന്നത് പോലെ. വേഗം വായേട്ട, ഇന്ദൂട്ടിയെന്ന് വിളിച്ചെന്നെ ദേഷ്യം പിടിപ്പിക്കാൻ, ഇണങ്ങാൻ, പിണങ്ങാൻ, ഒടുവിൽ ആ മാറോട് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ തട്ടിയുറക്കാൻ. അവളുടെ മനസ്സ് വേദനയോടെ അവനോട് മന്ത്രിച്ചു. അവൾ നിറഞ്ഞൊഴുകുന്ന മിഴികൾ അടച്ച് ചാരിയിരുന്നു. അവളുടെ കണ്ണുനീർ തുള്ളി ഒഴുകി ബെഡിലേക്ക് പതിക്കും മുന്നേ ബെഡിലിരുന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. അവൾ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് ഫോൺ കയ്യിലെടുത്ത് നോക്കി. മൈൻ എന്ന് സ്ക്രീനിൽ തെളിയുന്നതിനോടൊപ്പം ശിവന്റെ കുസൃതി നിറഞ്ഞ മുഖവും ഒപ്പം കാണവേ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഫോൺ എടുത്തു ഇന്ദു. ഇന്ദു. പ്രണയാർദ്രമായ അവൻ്റെ വിളി കാതിൽ മുഴങ്ങവേ തൊണ്ടക്കുഴിയിൽ എന്തോ വന്ന് തങ്ങി നിൽക്കും പോലെ തോന്നി അവൾക്ക്. ഇന്ദു, എന്താടാ, എന്താ ഒന്നും മിണ്ടാത്തേ? എന്തേലും വയ്യായ്ക ഉണ്ടോ മോളെ? നീ എന്തെങ്കിലും കഴിച്ചോ? എനിക്കെന്തോ ഇവിടെ നിന്നിട്ടൊരു സമാധാനവും ഇല്ല പെണ്ണേ. നിന്റെ മുഖം കാണാതെ എന്തോ ഒരു വീർപ്പുമുട്ടൽ. അല്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും നീ എന്താടാ ഒന്നും മിണ്ടാത്തേ? എന്നോട് പിണക്കമാണോ? ഒറ്റ ശ്വാസത്തിൽ അവൻ്റെ ഉള്ളിലെ ഫീലിങ്സ് അവളോട് തുറന്നു പറഞ്ഞു ശിവൻ. ശിവേട്ടാ. ഏങ്ങലോടെയുള്ള അവളുടെ ശബ്ദം കാതിൽ പതിക്കെ അവൻ്റെ ഉള്ളൊന്ന് വിങ്ങി. ഇന്ദു, എന്താടാ, എന്തു പറ്റി മോളെ? കരയാതെ. പരിഭ്രമത്തോടെയുള്ള അവൻ്റെ സ്വരം വീണ്ടും ആർദ്രമായി. ശിവേട്ട, എനിക്കൊന്നുമില്ല, ഞാൻ കഴിച്ചു. ഏട്ടൻ എന്ത് ചെയ്യുക? കുഴപ്പമൊന്നുമില്ലല്ലോ. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? എന്താ കഴിച്ചേ? താൻ തളർന്നാൽ അവനത് താങ്ങാനാവില്ലെന്നറിയാവുന്നവൾ പെട്ടെന്ന് കണ്ണു അമർത്തി തുടച്ചുകൊണ്ട് അവനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവളിലെ ചെറിയ മാറ്റം പോലും മനസ്സിലാക്കുന്നവൻ അവളിലെ വേദന നിമിഷനേരം കൊണ്ട് മനസ്സിലാക്കിയിരുന്നു. ഇന്ദു, ഞാൻ വരണോടാ? അച്ഛനോട് പറയട്ടെ മോളെ? അല്പനേരം മൗനമായിരുന്നവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. വേണ്ട ശിവേട്ട, ഞാൻ ഓക്കെയാണ്. ശിവേട്ടൻ സമാധാനമായിട്ടിരിക്കുക. എന്തേലും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ജിത്തുവും സഞ്ജുവേട്ടനൊക്കെ ഉണ്ടല്ലോ. ശിവേട്ടൻ എല്ലാം കഴിഞ്ഞ് അച്ഛനോടൊപ്പം വന്നാൽ മതി. പിന്നെ വരുമ്പോൾ എനിക്ക് കേസരിയും ഹൽവയും വേണം, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടൂല. ചുണ്ടുകൂട്ടിക്കൊണ്ട് കുറുമ്പോടെ അവൾ പറയെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ശരി, ഡീൽ. എൻ്റെ മോൾക്ക് ശിവേട്ടൻ നിറയെ ഹൽവയും കേസരിയും കൊണ്ടുവന്നിരിക്കും, ഉറപ്പ്. അവൻ ചിരിയോടെ പറഞ്ഞു. ശിവേട്ട, ഐ മിസ് യു. പതിയെ അവൾ പറയെ അവനിൽ വിഷാദം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. മിസ് യു ടു, ലവ് യു ഇന്ദുട്ടി. അവൻ പറയെ നിറഞ്ഞ മിഴികളോടെ പുഞ്ചിരിച്ചു പെണ്ണ്. എന്നാൽ മോള് റെസ്റ്റ് എടുക്ക്, ഫ്രീ ആകുമ്പോൾ വിളിക്കാട്ടോ. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ശിവൻ.
അത്രയും നേരം മനസ്സിനെ അടക്കി വന്നിരുന്ന വിഷാദത്തിനും വിരഹത്തിനും ഒരു ശമനം വന്നതുപോലെ തോന്നി അവൾക്ക്. പതിയെ ബെഡിലേക്ക് ചാഞ്ഞു കിടന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ ചുവരിൽ തന്നെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ച് വലതു കവളിൽ ചുണ്ടമർത്തി വെച്ച് നിൽക്കുന്ന ശിവന്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോയിൽ തങ്ങി നിന്നിരുന്നു. എത്ര ദൂരത്തായിരുന്നാലും ഓരോ നിമിഷവും ജ്വലിക്കുന്ന അഗ്നിക്ക് സമാനമായ പ്രണയം. ആരതിയെയും നവീനെയും കൊണ്ട് സോമേട്ടൻ വാഹനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പിന്നിൽ നവീന്റെ നെഞ്ചോടൊട്ടി മയങ്ങുവായിരുന്നു ആരതി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും കണ്ണടച്ചിരുന്നു. ഒരിക്കലും കൈവിടില്ലെന്ന് പറയാതെ പറയും പോലെ. ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ വാഹനം ഒരു വെള്ള പെയിന്റ് അടിച്ച ഇരുനില വീടിന് മുന്നിൽ വന്നു നിന്നു. വണ്ടി നിന്നതും നവീൻ കണ്ണു തുറന്നു നോക്കി. ആരതി, വീടെത്തി, ഇറങ്ങ്. അവൻ തട്ടി വിളിക്കെ അവൾ പതിയെ കണ്ണു ചിമ്മി തുറന്നുകൊണ്ട് പതിയെ അവനിൽ നിന്നും അടർന്നു മാറി. ഇറങ്ങു പെണ്ണേ, അവൻ പറയെ പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി അവൾ. അവളോടൊപ്പം തന്നെ അവനും. ഉണ്ണിയേട്ടാ, ഇത്? അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഇതാണ് ഇനി മുതൽ നമ്മുടെ വീട്. നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ, വാ. അവളുടെ കൈയും പിടിച്ച് സിറ്റ് ഔട്ടിലേക്ക് നടന്നു അവൻ. ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അവനോടൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് അവളും. വലതുകാല് വെച്ച് കയറുമോളെ. ഉമ്മറത്തേക്ക് കയറാൻ നിന്ന ആരതിയുടെ മുന്നിലേക്ക് നിലവിളക്ക് നീട്ടിക്കൊണ്ട് അല്പം പ്രായം ചെന്നൊരു സ്ത്രീ പറയെ അവൾ പുഞ്ചിരിയോടെ നവീനെ നോക്കി. അവനൊരു ചിരിയോടെ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചതും അവൾ നിലവിളക്ക് കയ്യിൽ വാങ്ങി. കേറ്, അവൻ പറയെ നിറഞ്ഞ പുഞ്ചിരിയോടെ നവീന്റെ ഭാര്യയായി വലതുകാല് വെച്ച് ആ പടി കയറിയിരുന്നു ആരതി. അവൾ വീഴാതിരിക്കാൻ നവീന്റെ കൈകൾ അവൾക്കൊരു ആവരണം തീർത്ത പോലെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവൾ വിളക്കുമായി ആ സ്ത്രീ കാട്ടിക്കൊടുത്ത വഴിയിലൂടെ പൂജാമുറിയിലേക്ക് നടന്നു. ഓടക്കുഴലൂതുന്ന കണ്ണന്റെ പുഞ്ചിരിക്കുന്ന വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് വെച്ച് കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു അവൾ. അവളോടൊപ്പം നവീനും. മനസ്സ് നിറഞ്ഞ് കണ്ണനോട് നന്ദി പറയുമായിരുന്നു ആരതിയും നവീനും. താൻ കൊതിച്ച വൈരത്തെ തനിക്ക് തന്നെ നൽകിയതിൽ മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു അവൻ. ആരതി കണ്ണ് ചിമ്മി തുറന്നതും അവളുടെ കണ്ണുകൾ ഉടക്കിയത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന നവീന്റെ കുസൃതി നിറഞ്ഞ മുഖത്തായിരുന്നു. അവന്റെ നോട്ടത്തിൽ അവളൊന്ന് പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ മാറ്റവേ അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു. സന്തോഷായോ എൻ്റെ ആരൂന്? അവൻ ചിരിയോടെ ചോദിക്കെ അവൾ പുഞ്ചിരിയോടെ തലയാട്ടിയിരുന്നു. ഉണ്ണി. പെട്ടെന്ന് അവന്റെ പേര് വിളിക്കുന്നത് കേട്ടതും ആരതി അവന്റെ മുഖത്തേക്ക് നോക്കി. അത് എൻ്റെ അമ്മയാ. ആരുമില്ല അമ്മയ്ക്ക്. ഒരിക്കൽ വഴിയോരത്ത് മക്കൾ ഉപേക്ഷിച്ചു പോയതാണ്. പലപ്പോഴായി ഞാൻ കാണുമായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നേരത്തെ ആഹാരത്തിന് കൈനീട്ടിയ ആ അമ്മയെ. ഒരു ദിവസം എൻ്റെ മുന്നിലും കൈനീട്ടി. അന്ന് ഞാൻ ചോദിച്ചു എൻ്റെ ഒപ്പം എൻ്റെ അമ്മയായിട്ട് വരുമോ എന്ന്. കണ്ണു നിറച്ച് എൻ്റെ മുന്നിൽ കൈകൂപ്പിയവരെ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു വന്നു. അപ്പം മുതൽ എൻ്റെ അമ്മയാ ദേവകി അമ്മ. അവൻ ചിരിയോടെ പറഞ്ഞു. ഇന്നു മുതൽ എൻ്റെയും. അവൻ തിരിഞ്ഞവളെ നോക്കിയതും അവൾ കുറുമ്പോടെ പറഞ്ഞു. ആഹാ, രണ്ടാളും ഇവിടെ നിൽക്കുക, വന്നേ. വേറെ ചടങ്ങുകളൊക്കെയുണ്ട്. കല്യാണത്തിനോ എന്നെ കൊണ്ട് പോയില്ല. ഇതെങ്കിലും രണ്ടാളും ചേർന്ന് ചെയ്യുന്നത് അമ്മയൊന്ന് കാണട്ടെ. ചുണ്ടുകോട്ടിക്കൊണ്ട് അമ്മ പറയെ നവീൻ ചിരിയോടെ ആരതിയെ നോക്കി. അതമ്മേ, എനിക്കറിയില്ലായിരുന്നു. ഉണ്ണിയേട്ടനൊന്നും പറഞ്ഞില്ലായിരുന്നു. ആരതി വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞതും സങ്കടത്തോടെയുള്ള അവളുടെ മുഖഭാവം കണ്ട് ദേവകിയും നവീനും ചിരിച്ചുപോയി. എൻ്റെ മോളെ, ഉണ്ണി എന്നോട് അനുവാദം ചോദിച്ചു. എൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാ മോളുടെ കഴുത്തിൽ താലി കെട്ടിയത്. പിന്നെ എനിക്കൊത്തിരി യാത്ര ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ ഉണ്ണി വിളിച്ചിട്ടും വരാതിരുന്നേ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അമ്മ പറയെ അവളുടെ കണ്ണുകൾ വിടർന്നു. നല്ല മോള, അമ്മയ്ക്ക് ഇഷ്ടമായി. എൻ്റെ ഉണ്ണിക്ക് നന്നായി ചേരും. അമ്മ ചിരിയോടെ ഇരുവരുടെയും തലയിൽ തലോടി. വന്നേ രണ്ടാളും. അതും പറഞ്ഞ് ഇരുവരെയും കൂട്ടി അമ്മ പുറത്തേക്ക് നടന്നു. ഇരുവരും ചെല്ലുമ്പോൾ അമ്മ അവരെ സോഫയിലേക്ക് പിടിച്ചിരുത്തി. ശേഷം ടേബിളിൽ ഇരുന്നൊരു ഗ്ലാസ് പാലെടുത്ത് അവന് കൊടുത്തു. പകുതി ഉണ്ണി കുടിക്ക്, എന്നിട്ട് ബാക്കി മോൾക്ക് കൊടുക്ക്. അമ്മ പറയെ ചിരിയോടെ പാൽ പകുതി കുടിച്ചിട്ട് അവൾക്ക് കൊടുത്തു നവീൻ. അവൾ പുഞ്ചിരിയോടെ അത് വാങ്ങി കുടിച്ചു. ആ ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ചിട്ട് പഴം തൊലി ഉരിഞ്ഞ് നവീന് കൊടുത്തു. അതും അതുപോലെ തന്നെ പകുതി കഴിച്ചിട്ട് അവൾക്ക് കൊടുത്തു അവൻ. ഇനി മക്കൾ പോയി ഡ്രസ്സൊക്കെ മാറി കുളിച്ചു വാ, നമുക്ക് സദ്യ കഴിക്കാം. അമ്മ എടുത്തു വെക്കാം. അമ്മ പറയെ ചിരിയോടെ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് അവളുടെ കയ്യും പിടിച്ച് മുകളിലേക്കുള്ള പടി കയറി നവീൻ. ഉണ്ണിയേട്ടാ, എനിക്ക് ഡ്രസ്സൊന്നുമില്ല. മുറിയിലെ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് വാടിയ മുഖത്തോടെ പറയുന്നവളെ അവൻ കുറുമ്പോടെ നോക്കി. ശേഷം ചിരിയോടെ ചെന്ന് കബോർഡ് തുറന്ന് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു വശം നിറയെ അവൾക്ക് വേണ്ട സാധനങ്ങളായിരുന്നു. മറുവശത്ത് അവൻ്റെ ഡ്രസ്സും. അത് കാണി അവളുടെ മുഖം വിടർന്നു. ഉണ്ണിയേട്ടാ, ഇതൊക്കെ? അവൾ വിടർന്ന കണ്ണുകളോടെ തന്നെ അവനെ നോക്കി ചോദിച്ചു. ഇതൊക്കെ ഞാൻ എൻ്റെ പെണ്ണിന് വേണ്ടി വാങ്ങി വെച്ചതാ.
പുരികം പൊക്കി കുറുമ്പോടെ ചോദിക്കുന്നവനെ നിറമിഴികളോടെ നോക്കി ആരതി. ഇന്ദ്രേട്ടാ. മുറിയിലെ ബെഡിൽ ലക്ഷയുടെ അടുത്തിരുന്നു കൊണ്ട് ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നവനെ ചൂണ്ടുവിരലാൽ ചുരുട്ടിക്കൊണ്ട് അവൾ വിളിക്കെ അവൻ ലാപ്പിൽ നിന്ന് മുഖം എടുക്കാതെ തന്നെ മൂളി. എന്നെ നോക്ക് ഇന്ദ്രേട്ടാ. പറഞ്ഞു പെണ്ണേ. അവൾ പറയെ അവൻ തിരക്കിട്ട പണിക്കിടയിൽ പറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ച് നെഞ്ചത്ത് കൈപ്പിണച്ചു കെട്ടി തിരിഞ്ഞു നിന്നു. അല്പം കഴിഞ്ഞതും കവിളിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടതും അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ശേഷം മുഖം ചരിച്ച് നോക്കി അവനെ. അവൻ ലാപ്പ് അടച്ചു വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. എന്തെൻ്റെ കുഞ്ഞിന് വേണ്ടത്? ഇന്ദ്രേട്ടൻ ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ? അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് അവൻ ചോദിക്കെ അവൾ കുറുമ്പോടെ അവനെ നോക്കി. എന്താടി ഒരു കള്ളലക്ഷണം? അവളുടെ നോട്ടത്തിൽ ഒരു പന്തികേട് തോന്നി അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. അതില്ലേ ഇന്ദ്രേട്ടാ, എനിക്കേ, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിലൂടെ ചൂണ്ടുവിരൽ താഴേക്ക് ചലിപ്പിച്ചു. നിനക്ക്? അവൻ ചോദിച്ചതും അവളുടെ വിരലുകൾ അവൻ്റെ ചുണ്ടിൽ പതിയെ തഴുകിയിരുന്നു. അവൻ അവളെ മിഴിച്ചു നോക്കവേ അവൾ ഒരു കള്ളച്ചിരിയോടെ ആ വിരൽ കൊണ്ട് അവൻ്റെ ചുണ്ട് ഞെരിച്ച് വിടർത്തിക്കൊണ്ട് ഞൊടിയിടയിൽ ആ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരുന്നു. മിഴിച്ചുകൊണ്ട് നോക്കി അവൻ്റെ ചുണ്ടുകളിൽ പല്ലുകൾ ആഴ്ത്തി കടിച്ചു നുണഞ്ഞു പെണ്ണ്. അവളുടെ പാതിയടഞ്ഞ കണ്ണുകൾ കാണി അവൻ്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവൻ അവളെ തന്നിലേക്ക് ചേർത്തമർത്തിക്കൊണ്ട് തളർന്നു പോയി അവളുടെ ചുംബനം ഏറ്റെടുത്ത് തിരികെ ആവേശത്തോടെ ചുംബിക്കാൻ തുടങ്ങി. ചുണ്ടിലെ തേൻ നുണയുന്നതിനോടൊപ്പം അവൻ്റെ വിരലുകൾ അവളുടെ സാരിക്കിടയിലൂടെ അരിച്ചിറങ്ങിയിരുന്നു. അവൻ്റെ കൈയിൻ്റെ ചൂട് അവളുടെ വീർത്തുന്തിയ വയറിൽ പതിയെ ഒന്ന് തഴുകിയിരുന്നു. അവളൊന്ന് വിറച്ചുപോയി. ഒടുവിൽ ശ്വാസം വിലങ്ങുതടിയായതും അവൻ ഒന്നുകൂടി അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിയിട്ട് അവളുടെ ചുണ്ടിൽ നിന്നും ചുണ്ടുകളെ വേർപ്പെടുത്തി. കിതച്ചുപോയി അവളുടെ നെഞ്ചിൽ പതിയെ തടവിക്കൊണ്ട് ആ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് കണ്ണടച്ചിരുന്നു അവൻ. അവൾ കിതച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് നെഞ്ചോടമർത്തി വയറ്റിലധികം പ്രഷർ കൊടുക്കാതെ അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ അമർന്നതും ഇരുവരും ഒന്ന് വിറച്ചുപോയി. അവൻ്റെ കൈവിരലുകൾ അവളുടെ കഴുത്തിലൂടെ താഴേക്ക് അരിച്ചിറങ്ങി. അവളുടെ കൈവിരലുകൾ അവൻ്റെ മുതുകിൽ അമർന്നു. അവൻ്റെ വിരലുകൾ അവളുടെ മാറിടത്തിൽ പിടുത്തമിട്ടതും ഏങ്ങിക്കൊണ്ട് അവൻ്റെ മുടിയിൽ വിരൽ കോർത്തു ലക്ഷ. പെണ്ണേ. പ്രണയപരവേശമായി അവൻ്റെ സ്വരം കാതിൽ പതിയെ വിറച്ചുകൊണ്ട് അവനെ അല്പം കൂടി തന്നോട് അമർത്തി പിടിച്ചു അവൾ. ഇന്ദ്രേട്ടാ. ആലസ്യത്തോടെയും നിറഞ്ഞ പ്രണയത്തോടെയുമുള്ള അവളുടെ സ്വരം അവനിലെ പുരുഷനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു. ഇന്ദ്രേട്ടാ, എനിക്ക് വേണം. അവനെ പറയാൻ അനുവദിക്കാതെ അവൻ്റെ ചുണ്ടിൽ കൈവച്ചു മൂടിയവൾ. എനിക്കും. അല്പനേരത്തെ മൗനത്തിനു ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറയെ വിടർന്ന മുഖത്തോടുകൂടി അവൻ്റെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടിയിരുന്നു ലക്ഷ.